സംസ്ഥാനത്തെ ആരോഗ്യ മേഖല തീർത്തും ഒരു അനാസ്ഥയുടെ ഒരു മേഖലയായി മാറി എന്നുള്ളതിന്റെ തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ പിഴവിൽ നടപടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ജെ ഹാഷിദയെയും നഴ്സ് PS ധന്യയും സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് തൽക്കാലം മുഖം രക്ഷിക്കാൻ ആരോഗ്യവകുപ്പ് ശ്രമിക്കുന്നത്. ശസ്ത്രക്രിയയിലെ വീഴ്ച കാരണം പുനഃപ്രസൂതിയായ ഉഷ 5 വർഷമാണ് വേദന സഹിച്ചത്. ദേവിക ചന്ദ്രൻ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ദേവിക, ഒരു ഡോക്ടറെയും ഒരു നഴ്സിനെയും സസ്പെൻഡ് ചെയ്തുകൊണ്ട് ആദ്യ നടപടി സ്വീകരിക്കുകയാണ്. വിദഗ്ധ സമിതിയുടെ അന്വേഷണമൊക്കെ ഉണ്ട് എന്ന് നേരത്തെ ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്ന വിവരങ്ങൾ. അഖില, 5 വർഷമാണ് ഈ വേദന കൊണ്ടുള്ള ദുരിതം ഈ ഉഷ സഹിച്ചത്. ഈ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയക്കിടെയാണ് ഇത്തരത്തെ ശസ്ത്രക്രിയ ഉപകരണം ഈ ഉഷയുടെ ശരീരത്തിനകത്ത് പെടുന്നത്. അഖില നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേരളത്തിൽ ഇത്തരത്തിലുള്ള ചികിത്സാ പിഴവുകൾ തുടർക്കഥയാകുന്ന വാർത്തകളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മളിലേക്ക് എത്തുന്നത്. ഇത്തരത്തിൽ പലതരത്തിലുള്ള ആരോഗ്യ മേഖലയിലെ പിഴവുകൾ നമ്മളിലേക്ക് എത്തിയിരുന്നു. അതിലെല്ലാം കർശനമായിട്ടുള്ള നടപടി ആവശ്യപ്പെട്ട് ഈ രോഗികളും രോഗികളുടെ ബന്ധുക്കളും ഒക്കെ രംഗത്തെത്തിയിരുന്നു. എന്തായാലും ഈ ഉഷയുടെ ഈ ഒരു ദുരിതത്തിൽ ഒരു താൽക്കാലിക ആശ്വാസം എന്ന് തന്നെ പറയാം. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ പിഴവിൽ ഒടുവിൽ നടപടി എടുത്തിരിക്കുകയാണ്. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറായ ജെ ഷാഹിദ, നഴ്സായ PS ധന്യ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഈ ഉഷയെ നിലവിൽ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളം അമൃത ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ ആരോഗ്യ മേഖലയെ പ്രത്യേകിച്ചും ഈ സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളെ കൂടുതലായി ആശ്രയിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. ഈ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ എന്ത് വിശ്വസിച്ചാണ് ഇത്തരത്തിൽ ആശുപത്രികളിലേക്ക് പോകുക എന്ന വലിയൊരു ചോദ്യം തന്നെയാണ് ഇത്തരത്തിലുള്ള തുടർച്ചയായ ചികിത്സാ പിഴവുകൾ കൊണ്ട് ഉണ്ടാകുന്നത്. അഖില, ശരി, ദേവിക ചന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഡോക്ടറെയും നഴ്സിനെയും സസ്പെൻഡ് ചെയ്തുകൊണ്ട് തൽക്കാലം ഒരു നടപടിയിലേക്ക് ആരോഗ്യവകുപ്പ് പോയിരിക്കുകയാണ്.